അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് സന്തോഷത്തോടെ അതാ അജ്മൽ അറബിയുമ്മയുടെ അടുത്തേക്ക് എത്തുന്നു. അറബിയുമ്മ, ആ മോനെ അജ്മൽ, ഹംദയുടെ അവൾ റൂമിലുണ്ട്. ആ ഓക്കെ. അറബിയുമ്മ, ഞങ്ങൾ നാട്ടിലേക്ക് പോകുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. മോനെ ഈ സമയത്തോ? ഇപ്പോഴെന്തേ നാട്ടിലേക്ക് പോകാൻ അത്യാവശ്യം? മോനെ എന്തെങ്കിലും പ്രത്യേകിച്ച്? അറബിയുമ്മ, അത് ബുഷിയുടെ വിവാഹത്തിൻ്റെ കാര്യം. മോനെ, ബുഷിയുടെ വിവാഹമോ? അതിനി വന്നിട്ടാക്കാം എന്നൊക്കെ പറഞ്ഞതല്ലേ? അറബിയുമ്മ, ശരിയാണ്, പക്ഷേ അതെന്താ മോനെ, ബുഷി എന്താ മറ്റൊരു വിവാഹം എങ്ങാനും? അറബിയുമ്മ, അവളൊരു ഡോക്ടർ കാണാൻ വന്നിട്ടുണ്ട്. ആ ഡോക്ടർ പെട്ടെന്ന് വിവാഹം വേണമെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ അതിനു വേണ്ടി പെട്ടെന്ന് തയ്യാറാവുകയാണ്. ഒരു നിമിഷം അതാ അറബിയുമ്മ ഞെട്ടിത്തരിച്ചു. എന്താ മോനെ അജ്മൽ നീ പറഞ്ഞത്? അറബിയുമ്മ, അത് അവളെ ഒരു ഡോക്ടർ കാണാൻ വന്ന് പെട്ടെന്ന് നിക്കാഹിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കണം, പെട്ടെന്ന് നിക്കാഹ് വേണം, കല്യാണം വേണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പിന്നെ മോനെ, അല്ല ഡോക്ടർ കാണാൻ വന്നെന്ന് പറഞ്ഞു, പക്ഷേ ബുഷിയെ ഇഷ്ടമുള്ള ഒരാൾ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവനോ? ഷാമിൽ. ശരിക്കും അത് കേട്ടപ്പോൾ അതാ നമ്മുടെ അജ്മൽ ഒന്ന് ഞെട്ടിപ്പോയി. എങ്കിലും അവൻ ധൈര്യം വീണ്ടെടുത്ത് പറഞ്ഞു, അതെ അറബിയുമ്മ, അത് അങ്ങനെയൊക്കെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നമ്മൾ ഒരു കൂട്ടർക്ക് മാത്രം ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ലല്ലോ. മോനെ അജ്മൽ, നീ എന്തേ പറയുന്നത്? അതെ അറബിയുമ്മ, അത് ഷാമിൽ അവനെല്ലാം കൊണ്ട് നല്ലത് തന്നെയായിരുന്നു. പക്ഷേ അവൻ പറഞ്ഞു, നിങ്ങൾ എന്നെ കാക്കണ്ട, ഒരിക്കലും നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവളുടെ വിവാഹം വേറെ ആളുമായി നടത്തിക്കോളൂ. എന്നെ കാത്തിരുന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം വെറുതെ നിഷ്പ്രഭമാക്കണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ബുഷിയെ മറ്റൊരുത്തനുമായി വിവാഹം കഴിപ്പിക്കണതിൽ എനിക്ക് താല്പര്യക്കുറവില്ല. കാരണം നിങ്ങളുടെ സന്തോഷം അത് ഞാൻ കാരണം ഇല്ലാതാകാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞു. മോനെ, എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ, അറബിയമ്മയുടെ അടുത്ത് വിവാഹത്തിൻ്റെ കാര്യവുമായി ആര് വന്നാലും ഞാൻ മോനെ അവരെ ഒന്നിപ്പിച്ചിട്ടേ ഉള്ളൂ. സത്യം നിനക്കറിയാമല്ലോ, ഹംദയുടെ കാര്യവും നിൻ്റെ കാര്യവും, അതുപോലെ നമ്മുടെ മുഹ്സിനയും സിനാനും, നൂർ ഫാത്തിമയും നാഫി ഉസ്താദും തലാലും മാഷിതയും, അങ്ങനെ എല്ലാവരും അൽഹംദുലില്ലാ വളരെയധികം റാഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു. അതെ, ഞാനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അതൊരിക്കലും പരാജയപ്പെട്ടിട്ടില്ല മോനെ. എങ്കിലും നീ ആ ബുഷിക്ക് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നു ഷാമിലിനും. പക്ഷെ ഷാമിലിൻ്റെ മനസ്സെന്താ പെട്ടെന്ന് അങ്ങനെ മാറിയത്? അറബിയുമ്മ, ഒന്നുകൊണ്ടുമല്ല, അവൻ്റെ പ്രാരാബ്ദങ്ങൾ ബുദ്ധിമുട്ടുകളെല്ലാമാണ് അവനിതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. മോനെ എന്ന് വെച്ചാൽ? അറബിയമ്മ, ഒന്നുമല്ല, വീട്ടിലത്തെ സാഹചര്യങ്ങളൊക്കെ കുറച്ച് പ്രയാസത്തിലാണെന്ന് പറഞ്ഞിരുന്നു. അതായത് എളാമ അവിടം വിട്ടു പോയി, പിന്നീട് അവരൊറ്റക്കായി, അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസൊക്കെ കടന്നു പോയി. അവന് ആകെ വിഷമമായി. അതാണ് സംഭവം, മറ്റൊന്നുമല്ല. ശരിക്കും അറബിയമ്മ, അപ്പോൾ അവൻ്റെ ഉമ്മ എളാമ? അതെ, എളാമ നമ്മുടെ റസിയ നിന്നിരുന്ന ആ ഒരു അറബിയുടെ അടുത്തേക്ക് പോയി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞത്. പഠിച്ചോനെ, ഉമ്മുൽ ഹൈറിൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്കോ? അദ്ദേഹം കുറച്ച് മോശമായ അവസ്ഥയാണ് അയാളുടേത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. ഉമ്മുൽ ഹൈർ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ എന്തിനവൾ അങ്ങോട്ട് പോയി എന്നുള്ള രീതിയിൽ അതാ അറബിയമ്മ സംസാരിച്ചു. അജ്മൽ പറഞ്ഞു, എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ അറിയില്ല. എന്നാൽ ഈ സമയം റസിയയും മുത്തുവും അവിടെയുണ്ട്. റസിയ അവിടുത്തെ ജോലി കാര്യങ്ങളിലെല്ലാം അറബിയമ്മയെ സഹായിച്ചു കൊണ്ടിരുന്നു. അതായത് അവൾ പറഞ്ഞു, ഞാൻ കിച്ചൺ വർക്കും ക്ലീനിങ്ങും എല്ലാം ചെയ്തോളാം അറബിയമ്മ എന്ന് പറഞ്ഞപ്പോൾ അറബിയമ്മ പറഞ്ഞു, മോളെ നീ ആ വർക്ക് ചെയ്യണ്ട, നിനക്ക് ഞാൻ വേറെ വർക്ക് തരാം. അതെ, അറബിയമ്മയുടേതുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവളാണ് നോക്കാറുള്ളത്. കാരണം വെറുതെ ഇരിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ലത്തെ. പക്ഷേ നമ്മുടെ മുത്തുവാണെങ്കിലോ അവിടെ അറബിയമ്മയുടെ വീട്ടിൽ നല്ലൊരു ജീവിത
സിറ്റുവേഷനിലാണ് അവനിപ്പോൾ ജീവിക്കുന്നത്. അവിടുത്തെ ഡ്രൈവിങ് കാര്യങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ഒരുവിധം നല്ല കാര്യങ്ങളൊക്കെ അവനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ അറബിയുമ്മക്കാണെങ്കിൽ അവരെ വിശ്വാസവുമാണ്. അതിനിടയിൽ മുത്തു അവിടെ ലൈസൻസും എല്ലാം എടുത്ത് നല്ലൊരു ഡ്രൈവറായി മാറുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ റസിയയും അവനും വല്ലാതെ കാണുകയൊന്നുമില്ല. അവൾ അറബിയമ്മയുടെ കാര്യവുമായിട്ട് അങ്ങനെ ജോലിയും കാര്യങ്ങളും അറബിയമ്മക്കുള്ള ഭക്ഷണവും കാര്യങ്ങളും അങ്ങനെയെല്ലാം കൊണ്ടുപോയി വെക്കലും, അറബിയമ്മക്ക് ചുരുക്കി പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു സെർവൻ്റായി മാറി നമ്മുടെ റസിയ എന്ന് വേണമെങ്കിൽ പറയാം. അത് അറബിയമ്മ കൂടുതലായിട്ടും എന്ത് കാര്യവും അവളെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. മോളെ റസിയ. ആ അറബിയമ്മ. മോളെ, ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ ഒരു കാര്യമാണ് മോളോട് ചോദിക്കാൻ നിൽക്കുന്നത്. എന്തുമ്മ? അതെ, പാവമാണ് റസിയ. അവൾ അറബിയമ്മ പറഞ്ഞതിനും അപ്പുറമുള്ള ജോലികളെല്ലാം ചെയ്യുമായിരുന്നു. അവിടുത്തെ സെർവൻസ് പിന്നെയും കുറച്ച് മോശമാണ്, എങ്കിലും അവരുടെ ജോലിക്കും കൂടിക്കൊടുക്കും. എന്നാൽ അറബിയമ്മ പറയും, മോളെ, കൂടുതലായിട്ട് നിനക്ക് ഞാൻ ഏൽപ്പിച്ചു തന്ന ജോലി മാത്രം മോള് ചെയ്താൽ മതി കേട്ടോ. അതെ, ഈ വിവരത്തെക്കുറിച്ച് അറിയണം റസിയയിൽ നിന്ന്. അറബിയമ്മ അത് ആഗ്രഹിക്കുന്നു. എന്നാൽ റസിയയെ അറബിയമ്മക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ റസിയ അറബി വീട്ടിലെ നല്ലൊരു പെണ്ണായി മാറി. അതായത് അവൾ അറബിയമ്മയുടെ ഒരു സേവകയായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അവൾ കൂടുതലായിട്ട് ജോലികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അറബിയമ്മ പറഞ്ഞു, മോളെ, നിനക്ക് ഏൽപ്പിച്ച ജോലി മാത്രം നീ ചെയ്താൽ മതി. അടുക്കളയിൽ 3-4 പേരുണ്ടാകും. അത് പ്രത്യേകിച്ച് സ്പെഷ്യൽ ദിവസങ്ങളിലൊക്കെ ആളുകൾ കൂടി ഉണ്ടാകുമ്പോഴൊക്കെ കൂടുതൽ ഭക്ഷണത്തിൻ്റെയൊക്കെ ആവശ്യം വരുമെന്ന് കരുതിയിട്ടാണ് ഞാൻ അവരെ വെച്ചിട്ടുള്ളത്. അതിനിടയ്ക്ക് മോള് പോയി കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ നിന്ന് ഇടപെടേണ്ട, ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലും ഇടപെടേണ്ട. നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിലും അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ കാണാനുണ്ടെങ്കിലും ഒരു പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് ചിലപ്പം എത്തിപ്പെടാത്ത സ്ഥലങ്ങളായി കഴിഞ്ഞാലും മോള് കൂടെ വന്നാൽ ചിലപ്പോൾ തലാലിന് ഒഴിവുണ്ടാവില്ല. തലാൽ ഇപ്പോൾ വിവാഹം കഴിച്ചതോടു കൂടി അവനക്ക് കുറച്ച് ബിസിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ മുത്തു ഡ്രൈവിംഗ് പഠിച്ചതുകൊണ്ട് ഏറ്റവും ഉപകാരമായി. അതുകൊണ്ട് തന്നെ അറബിയമ്മയുടെ കൂടെ എല്ലാ സ്ഥലത്തേക്കും മോള് വരുന്നതും വലിയൊരു ഉപകാരം തന്നെയാണ് എനിക്ക് ആയത്. ശരിക്കും പറഞ്ഞാൽ റസിയയെ അറബിയമ്മ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. കാരണം കയ്യും കണക്കുമില്ലാത്ത അവളുടെ ആ ഒരു സഹകരണം, അറബിയമ്മയെ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ടുള്ള ആ ഒരു ഇഷ്ടം, അതെല്ലാം കൂടുതൽ അറബി ഉമ്മക്ക് അവളോടുള്ള ഇഷ്ടം പകർന്നു തുടങ്ങി. അതെ, റസിയയെ മോളെ പോലെ തന്നെയാണ് കരുതുന്നത്. മോളെ റസിയ. ആ അറബിയുമ്മ. വേണ്ട മോളെ, വെപ്രാളപ്പെടല്ലേ. ശരിക്കും പറഞ്ഞാൽ അറബിയുമ്മയെ അവൾക്ക് ഭയങ്കര ബഹുമാനമാണ്, ഭയങ്കര സ്നേഹവുമാണ്. എല്ലാ കാര്യത്തിലും ഒരു ഉമ്മയ്ക്ക് ഒരു മകൾ എന്തെല്ലാം ചെയ്തു കൊടുക്കും അതുപോലെ തന്നെയാണ് അവൾ ചെയ്തു കൊടുക്കുന്നത്. മോളെ, മോളെ, ഞാൻ ഒരു കാര്യം അറിഞ്ഞു. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വന്നത്. മോള് അന്ന് ആ അറബിയുടെ അടുത്ത് നിന്നിരുന്നല്ലോ, നമ്മുടെ ഉമ്മുൽ ഖൈറിൻ്റെ വീട്ടിൽ. മോൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു ഞാൻ പറഞ്ഞ സ്ഥിതിക്ക്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, മോൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായിരുന്നോ? എന്നാൽ അവൾ പറഞ്ഞു, അറബിയമ്മ, ഞാനിത് എങ്ങനെ പറയണം? ഒരാളോട് ഞാനിത് തുറന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് ഭയമാണ് ഇത് തുറന്ന് പറയാൻ. പിന്നെ ഒരാളടുത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഒഴബ് നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാഹു നമ്മുടെ 1000 ഒഴബ് മറച്ചു വെക്കും എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാം പറയാനേ ഞാൻ പഠിച്ച സർവ്വശക്തനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരാളോടും ഒരാളുടെ ന്യൂനതയും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല അറബിയമ്മ. മോളെ, എനിക്ക് നന്നായിട്ടറിയാം മോൾ എത്തരക്കാരിയാണെന്ന്. മോളുടെ വായിൽ നിന്ന് വേണ്ടാത്തൊരു വാക്കോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ച് ഏഷണിയോ പരിദോഷണമോ ഞാൻ കേട്ടിട്ടില്ല മോളെ. സത്യമായിട്ടും എനിക്ക് നിന്നെ അറിഞ്ഞ ഈ ദിവസങ്ങൾക്ക് മുതൽ തന്നെ എൻ്റെ മനസ്സിൽ സന്തോഷം തന്നെയാണ്. പൊന്നു മോളെ, ഞാൻ നിന്നോട് പറയട്ടെ, നിനക്ക് എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് വിശദീകരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ വലിയൊരു അപകടത്തിലേക്കാണ് നമ്മുടെ ഷാമിലിൻ്റെ എളാമ വന്ന് ചാടിയിരിക്കുന്നത്. അതിൽ നിന്ന് അവരെ ഒന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ്. അറബിയമ്മ, അതെ, ഒരാളും അങ്ങോട്ട് പോകരുത്. അങ്ങോട്ടെങ്ങാനും പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് മാനം നഷ്ടപ്പെടും. അതെ, അദ്ദേഹം അങ്ങനെയായിരുന്നു. എന്തെങ്കിലും എടുക്കുവാൻ വേണ്ടി നമ്മൾ പുറത്തിറങ്ങിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നിന്നാലോ അയാൾ പിറകിൽ നിൽക്കും. ശരിക്കും അതെ,
മര്യാദക്കൊരു ജോലി ചെയ്യാൻ വരെ നമുക്ക് ഭയമായിരിക്കും. അയാൾ പിന്നിൽ നിന്ന് വളരെയധികം ശക്തമായ രീതിയിലായിരിക്കും നോക്കുക. അത് പല രീതിയിലും നമ്മളോട് അയാൾ കെഞ്ചും. പക്ഷേ നമ്മളങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ നമ്മൾക്കെതിരെ ശിക്ഷ, നടപടി. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അത് അറബി ഉമ്മയുടെ നല്ല മനസ്സുകൊണ്ട്. മോളെ, അങ്ങനെയാണെങ്കിൽ ഷാമിലിൻ്റെ എളാമ അറബി ഉമ്മ അത് അവരതിനു വേണ്ടി കരുതിക്കൂട്ടി വന്നത് തന്നെയാണ്. അവർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ പദവി അലങ്കരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് എളാമ അങ്ങോട്ട് എത്തിയിട്ടുള്ളത്. എന്നാൽ ശരിക്കും അറബിയമ്മ ഞെട്ടി. ഓഹോ, അപ്പം അവളുടെ ഉദ്ദേശം അതാണല്ലേ? അങ്ങനെയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വിചാരിച്ച് നിരപരാധിയായ ഒരു പെണ്ണ് അതിൽ വന്ന് പെട്ടതാണെന്ന്. അങ്ങനെയാണെങ്കിൽ രക്ഷിക്കാമായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവരെ കുറിച്ച് എനിക്ക് എൻ്റെ എളാമ കൂടിയാണ്, ശരിയാണ്. പക്ഷെ അവരെക്കുറിച്ച് ചില മോശം വാർത്തകളൊക്കെ കേട്ടത് കൊണ്ടും പിന്നീട് എളാമതിൽ നിന്ന് പിന്തിരിയാതെ വീണ്ടും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടും എനിക്കതിൽ വലിയൊരു താല്പര്യം തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോടും ഞാൻ പറഞ്ഞിട്ടുമില്ല. മോളെ, എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. അപ്പോൾ പിന്നെ അറബിയമ്മ, എനിക്കറിയില്ല. അതെ, ഒരു കാര്യം എനിക്കറിയാം. അതെ, ഷാമിലിൻ്റെ ഉപ്പയെ ഉപേക്ഷിച്ചിട്ടാണ് അവർ വന്നത്. അവരെ ഒഴിവാക്കിയിട്ട്, അതായത് ഡൈവോഴ്സ് ചെയ്തിട്ടുണ്ട്. 2 പിഞ്ചു മക്കളുണ്ട്. അതുപോലും അവർ പരിഗണിക്കാതെ, അതെ, ആ ഭർത്താവിനെ ഒഴിവാക്കിയിട്ടാണ് അവർ മറ്റൊരു വിവാഹം അല്ലെങ്കിൽ അറബിയെ കല്യാണം കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയുമായി അവർ കടന്നു വന്നത്. അറബി ഉമ്മ, ഞാൻ നിങ്ങളോട് ഇതെങ്ങനെ പറയുമെന്ന് വിചാരിച്ച് നിന്നതാണ് മോളെ. അപ്പോൾ ഞാൻ അവർ രക്ഷപ്പെടുത്തണം എന്നുള്ള രീതിയിൽ നിന്നാണ്. അപ്പോൾ അറബിയമ്മ, അവരതിനു വേണ്ടി ഒരുങ്ങി വന്നതാണ്. ഒന്നുമില്ലെങ്കിൽ പാവം ആ പിതാവിനെ അങ്ങനെ ഒരിക്കലും ഒറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിതിഗതികൾ വളരെയധികം മോശകരമായതുകൊണ്ടാണ് ഷാമിൽ മറ്റെല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മനസ്സിൽ നിന്ന് ഒഴിവാക്കിയത്. അതെ, ഷാമിൽ എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഷാമിലിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേദനയാണ്. തൻ്റെ ഉപ്പയെ നോക്കാൻ ഒരാളില്ലല്ലോ എന്ന് കരുതിയിട്ട് അത് തൻ്റെ കുടുംബത്തിന് വേണ്ടി ആ ഷാമിൽ അവൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചതാണ്. ബുഷിയോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, ബുഷിയോട് ഇഷ്ടമുണ്ടായിട്ട് അവനത് കംപ്ലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവളുടെ കൂടെ സുഖസുന്ദരമായി ജീവിക്കുവാനോ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഷാമിൽ ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അതെ, എന്നെ നിങ്ങൾ കാക്കണ്ട, നിങ്ങൾ വിവാഹത്തിലേക്ക് പ്രവേശിച്ചോളൂ. വേറെ ഒരു പക്ഷേ എന്നെ കാത്തിരുന്നാൽ അവൾക്ക് ബുഷിക്ക് ജീവിതം പോലും നഷ്ടപ്പെടും എന്നാണ് അവൻ പറഞ്ഞത്. അത് കാര്യം മറ്റൊന്നുമല്ല, പിതാവിനെയും മക്കളെയും നോക്കണമല്ലോ, അതുകൊണ്ട് മാത്രം. അത്രക്കും അവൻക്ക് പിതാവിനെ ഇഷ്ടമാണ്. പൊന്നുമോളെ, അത് ഏറ്റവും നല്ല കാര്യമാണ് മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത്. എന്നാൽ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ഗിഫ്റ്റ് നൽകും. അത് ഈ ലോകത്തും പരലോകത്തും. സ്വന്തം ഇഷ്ടങ്ങൾ വരെ മാറ്റിവെച്ചുല്ലേ ഷാമിൽ. അതുകൊണ്ട് അതേ അറബി ഉമ്മ, അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം അവന് മാറ്റിവെച്ചു. പകരം അവന് പിതാവിനും അവൻ്റെ പെങ്ങന്മാർക്കും വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഉപ്പയുടെ സന്തോഷം മാത്രമാണ് അവൻ്റെ ലക്ഷ്യം. അറബി ഉമ്മക്ക് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ടു. അജ്മൽ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി. ഇപ്പോൾ എല്ലാം മനസ്സിലായി. ഇനിയൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. എന്തായാലും ആ പൊന്നുമോൻക്ക് അള്ളാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. കാരണം അവൻ്റെ ജീവിതത്തിൽ അള്ളാഹു നന്മകൾ വർഷിക്കട്ടെ. എന്നാൽ ബുഷിയുടെ വിവാഹം അത് പെട്ടെന്നായപ്പോൾ അത് അറബിയമ്മയുടെ മനസ്സിലും വല്ലാത്തൊരു സങ്കടമായി പോയി. അത് ഡോക്ടറുമായുള്ള നിക്കാഹാണ് നടക്കാൻ പോകുന്നത്. അതെ, നമ്മുടെ അജ്മലും ഹംദയും നാട്ടിലേക്ക് പോകുകയാണ്. അതൊക്കെ അറിഞ്ഞപ്പോൾ മനസ്സിനുള്ളിൽ ഒന്ന് വിങ്ങിപ്പോയി. സാരല്ല, അത് ആ ഡോക്ടറും പ്രതീക്ഷയോടെയാണല്ലോ കാത്തിരിക്കുന്നത്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയാവാൻ ബുഷിയെ ഇനി അതായിട്ട് മുടക്കിക്കഴിഞ്ഞാൽ അദ്ദേഹവും വിഷമിക്കും. എന്നാൽ ഈ സമയം ഷാമിൽ തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബുഷി എന്ന ആ ഒരു റോസാപ്പൂവിനെ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. പക്ഷേ തൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മറ്റൊരു വിവാഹം അവൾക്ക് വേണ്ടി നോക്കിക്കോളൂ എന്ന് പറഞ്ഞതിൽ പിന്നെ ഷാമിലിന് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എങ്കിൽ അവൻ്റെ ഉപ്പയുടെ സന്തോഷത്തിന് വേണ്ടി നിൽക്കുകയാണ്. ഉപ്പ, ഞാൻ ഒരു കാര്യം ആലോചിക്കട്ടെ ഉപ്പ. എന്താ മോനെ? ഉപ്പ, നമുക്ക് മാജിത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ചാലോ? എൻ്റെ പൊന്നും മോനെ, എൻ്റെ ജീവിതത്തിലേക്ക് ഇനി ഒരു പെണ്ണും വേണ്ടടാ. പെണ്ണും പിടക്കോയും വേണ്ട. ഞാൻ നിൻ്റെ മക്കളെയും
എൻ്റെ കുട്ടികളെയും പേരക്കുട്ടികളെയും ഓമനിച്ച് ഇവിടെ അങ്ങനെ ജീവിച്ചോളാം. അല്ലാതെ ഇനി ഒരിക്കലും വേണ്ട മോനെ. കാരണം നമ്മൾ എത്രയൊക്കെ തന്നെ അവർക്ക് സ്നേഹം കൊടുത്തു കഴിഞ്ഞാലും അവർ നമ്മളെ ഉപേക്ഷിച്ച് പോവും. ഉപ്പാ അങ്ങനെയൊന്നുമില്ല, അവർ പാവം സ്ത്രീയല്ലേ. മോനെ എൻ്റെ കുട്ടി ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. എൻ്റെ കുട്ടിക്കൊരു പെണ്ണ് വേഗം കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത്. എൻ്റെ പൊന്നാരുപ്പ ആദ്യം എൻ്റെ ഉപ്പയുടെ ജീവിതം സന്തോഷത്തിലാക്കട്ടെ, എന്നിട്ട് ഇൻഷാ അല്ലാ. ഷാമിലും പിടിച്ച വാശിയിൽ തന്നെയാണ്. അത് ഉപ്പയ്ക്ക് പറ്റിയ നഷ്ടം അത് നികത്തണം. അതെ, വൈകാതെ തന്നെ അവർ കയറി വരാതിരിക്കില്ല. എൻ്റെ എളാമ വരും, മക്കളെ ചോദിച്ചുകൊണ്ടൊക്കെ വരും. അതെ, ആ നിമിഷം ഉപ്പയുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട്, ഉപ്പയ്ക്ക് ചായ കൊടുത്തുകൊണ്ട്, ഉപ്പയെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഒരു പെണ്ണുപ്പയുടെ കൂടെ ഉണ്ടാകണം. അതാണ് ഷാമിലിൻ്റെ മനസ്സിലെ ആഗ്രഹം. അതെ, അത് കണ്ടവർ ഞെട്ടണം. കാരണം എൻ്റെ ഉപ്പയെ ഒരുപാട് ചതിച്ചതാണ് അവർ. അതെ, ആ ഷൗക്കത്തുമായിട്ട് ടൂറ് പോയിട്ടും കിടപ്പറ പങ്കിട്ടിട്ടും അങ്ങനെ ഒരുപാട് മാനം നഷ്ടം എൻ്റെ ഉപ്പയെ ഒരുപാട് ചതിച്ചതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉപ്പാക്ക് നല്ലൊരു ജീവിതം കൊടുക്കുന്നതോടൊപ്പം എളാം അത് കാണുകയും വേണം. വൈകാതെ അവർ വരാതിരിക്കില്ല. അറബി വീട്ടിൽ അത്രയൊന്നും സുഖം അവർക്ക് ഉണ്ടാവില്ല. ഷാമിലെ കണ്ണീരോടെ ഓർത്തു. എന്നാൽ ഈ സമയം അതാ അറബി വീട്ടിൽ ഒത്തിരി കഷ്ടപ്പെടുകയാണ് നമ്മുടെ സുലേഖ. അതെ, വീട്ടിലത്തെ ജോലികൾ കാര്യങ്ങൾ രാത്രിയായാൽ അറബി വരും സുലേഖ എന്ന് വിളിച്ചുകൊണ്ട്. അതെ, അയാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കെല്ലാം കൂട്ടുനിന്ന് കൊടുക്കണം. അത്രക്കും അറപ്പും വെറുപ്പുമുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് അയാൾ ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും. അതിനെല്ലാം അവൾ കൂട്ടുനിന്ന് കൊടുത്താൽ അവൾക്ക് കുറച്ചധികം ക്യാഷ് കൊടുക്കും. അതെ, അവളോട് പറയും, രാത്രി നീ എനിക്കുള്ളതാണ്, നീ എൻ്റെ ഭാര്യയാണ് രാത്രി. പക്ഷേ പകലൊരിക്കലും നീ എൻ്റേതല്ല, നീ ഇവിടുത്തെ വെറും ഒരു ഗദ്ദാമ, വെറും ഒരു ജോലിക്കാരിയാണ്. അതെ, അതിൽ ഒട്ടുമിക്ക ഉപദ്രവങ്ങളും അവൾക്ക് സഹിക്കേണ്ടി വന്നു എന്ന് തന്നെ പറയാം. അറബി മോശമായ രീതിയിലുള്ള എല്ലാ പ്രവൃത്തികളും അവളോട് ചെയ്തു തുടങ്ങി എന്ന് തന്നെ പറയാം. കാരണം ഒരാളോടും പുറത്ത് പറയാൻ മടിക്കുന്ന, അറക്കുന്ന ചെയ്തികളാണ് അയാൾ ചെയ്തിരുന്നത്. അതെ, ഒരിക്കൽ പോലും ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അത്രക്കും. പക്ഷേ അറബികൾ ചിലരങ്ങനെയായിരിക്കും. വളരെയധികം വിരുദ്ധമായ രീതിയിലായിരിക്കും അവർ എല്ലാം ചെയ്യുന്നത്. അത് ശരിക്കും അവൾ ഒരു അറബിയുടെ ഭാര്യയാകണം എന്നുള്ള ആ ഒരു സ്വപ്നം അതവൾക്ക് ശരിക്കും പൂതി കെട്ടു എന്ന് തന്നെ പറയാം. കാരണം രാത്രി കാലങ്ങളിൽ അയാൾ എന്നെ സമീപിക്കും, പോയില്ലെങ്കിൽ അത് കടുത്ത ശിക്ഷയായിരിക്കും അവൾക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭയന്ന് അയാളുടെ മുമ്പിൽ അവൾ പലപ്പോഴും താഴ്ന്നു പോവുകയായിരുന്നു പതിവ്. അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, അയാൾ പറയുന്ന രീതിയിൽ വൈകൃതമായ എല്ലാ സംഭവങ്ങൾക്കും അവൾ കൂട്ടുനിന്ന് കൊടുത്തേ തീരൂ. അതല്ലെങ്കിൽ അവൾക്ക് ശിക്ഷ ലഭിക്കും എന്നറിയുന്നത് കൊണ്ടും പിന്നെ നീ പുറം ലോകം കാണില്ല എന്നുള്ള ആ ഒരു നിയമം ഉണ്ടായതുകൊണ്ടും ശരിക്കും അറബിയുടെ ഒരു അടിമയായി അവൾ അവിടെ കീഴ്പ്പെട്ട് കഴിയുകയായിരുന്നു. അറബിയുടെ അടിമ എന്ന് തന്നെ പറയാം. അത്രക്കും ക്രൂരമായ രീതിയിലുള്ള, പ്രത്യേകിച്ച് എല്ലാ രീതിയിലുമുള്ള അയാളുടെ എല്ലാ പ്രയോഗങ്ങൾക്കും അവൾ അവിടെ ഒരു മൃഗമായി നിന്ന് കൊടുക്കേണ്ടി വന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല. ഉമ്മുൽ ഖൈറിന് എല്ലാം ബോധ്യമായതുകൊണ്ട് തന്നെ ഇനിയൊരിക്കലും അയാളുടെ കൂടെ ഒരു ജീവിതം ജീവിക്കില്ല. അതെ, അവൾ ഒറ്റപ്പെട്ട് കഴിയുകയാണിപ്പോൾ. കാരണം മറ്റൊന്നുമല്ല, അതെ, തൻ്റെ ഭർത്താവിൻ്റെ നീചമായ ഈ പ്രവൃത്തികൾ അവൾ അറിയാഞ്ഞിട്ടല്ല, കേൾക്കാഞ്ഞിട്ടല്ല. ഒരു പക്ഷേ ഇവിടം വിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ തന്നെ എൻ്റെ അജുവ ഈത്തപ്പഴത്തോട്ടങ്ങളും അയാൾ സ്വന്തമാക്കി എന്നെ പുറത്തേക്ക് വലിച്ചെറിയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവൾ എല്ലാം സഹിച്ചും ക്ഷമിച്ചും നമ്മുടെ ഉമ്മുൽ ഖൈർ അവിടെ പിടിച്ചു നിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. എല്ലാം അറിയുന്നുണ്ട്, സുലേഖയുടെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ മനസ്സ് വല്ലാതെ ഹൃദയം പൊട്ടിപ്പോവും. എന്നാൽ ഒരിക്കൽ അതാ സുലേഖ ഉമ്മുൽ ഖൈറിൻ്റെ അരികിലേക്ക് വരുന്നു. മേഡം. സുലേഖ പറയൂ. മേഡം, എന്നെ ഇവിടുന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തി തരുമോ? സുലേഖ, എന്തിന്? ഒരിക്കൽ പോലും എൻ്റെ കയ്യിലല്ല നിൻ്റെ പാസ്പോർട്ട്. ഞാൻ രക്ഷപ്പെടുത്തി കഴിഞ്ഞാലും. അല്ല സുലേഖ, നീ എന്തിനു വന്നു ഇങ്ങോട്ട്? അതെ, ഞാൻ അഹങ്കാരം മൂത്ത് വന്നതാണ്. എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എനിക്ക്. എൻ്റെ ഭർത്താവ് സുഖമില്ലാത്ത അവസ്ഥയിൽ അദ്ദേഹം ചികിത്സ തേടിപ്പോയി. മക്കളുണ്ട്, ചെറിയ 2 പെൺകുട്ടികളുണ്ട് എനിക്ക്. പക്ഷേ എനിക്ക് അഹങ്കാരമായിരുന്നു. ആ കിളവൻ എനിക്ക് എന്തിന്?
റസിയെ അറബി വിവാഹം കഴിക്കും എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അവിടുന്ന് കയറും പൊട്ടിച്ച് ഓടി. എൻ്റെ ഭർത്താവിനെ ഒക്കെ ഒഴിവാക്കി, ഞാൻ പറ്റി ഒഴിവാക്കി ഡൈവോഴ്സ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. എന്നാൽ അറബിയുടെ പീഡനം എനിക്കിപ്പോൾ. എന്നാൽ ഉമ്മുൽ ഖൈറിന് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. അതെ, നീചയായൊരു സ്ത്രീ സ്വന്തം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഈ അറബി വീട്ടിലേക്ക് വരുന്നതിൻ്റെ കാരണം അറബിയുടെ ഭാര്യയായി ജീവിക്കണം എന്നുള്ള ആ ഒരു അഹങ്കാരത്തോടെയുള്ള വരവാണ് അവൾ വന്നത്. സുലൈഖ, അതെ, ഉമ്മുൽ ഖൈർ വിളിച്ചു. അറബി ഉമ്മ, എന്നെ രക്ഷിക്കണം. കാരണം ഞാൻ അത്രക്കും. എന്തിന്? നിങ്ങൾ തന്നെയല്ലേ ഇവിടെ വന്ന് വീണത്? അതെ, ഞാനൊരു ഭാര്യയാണ്. എല്ലാ വേദനകളും സഹിച്ച് എൻ്റെ ഹൃദയം പൊട്ടാറായിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. പക്ഷെ ഇതിന് മുമ്പ് വന്ന ഗദ്ദാമയും നിങ്ങളും ഒക്കെ കണക്ക് തന്നെ. എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ വാങ്ങിക്കൂട്ടുവാനും അദ്ദേഹത്തെ തലോടുവാനും അദ്ദേഹത്തെ തഴുകുവാനും വേണമെങ്കിൽ അയാൾക്ക് വേണ്ടി എന്തിനും നിങ്ങൾ തയ്യാറല്ലേ? അതെ, അനുഭവിച്ചോളൂ. ഞാനായിട്ട് എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല മാഡം. അത്രക്കും രാത്രി കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഉപദ്രവം വളരെയധികം കൂടുതലാണ്. അതെ, അദ്ദേഹം മറ്റൊരു രീതിയിൽ ഒരു മൃഗത്തെ സമീപിക്കുന്ന പോലെയാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ശരിക്കും അത് കേട്ടപ്പോൾ ഉമ്മുൽ ഖൈർ, എൻ്റെ മുന്നിൽ നിന്ന് നിങ്ങൾ പോകൂ. നിങ്ങളെ മുഖം എനിക്ക് ഒരിക്കൽ പോലും കാണണ്ട. ദയവായി എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ, അവർ അതാ പറയുകയായിരുന്നു. എന്നാൽ സുലൈഖ കരഞ്ഞുകൊണ്ട്, അങ്ങനെ പറയല്ലേ, നിങ്ങളായിട്ട് തന്നെയല്ലേ. അതെ, നിങ്ങൾ സഹിച്ചോളൂ. ഒരിക്കലും എന്നോടിത് പറയരുത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. പക്ഷേ ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൽ നിന്ന് ഡൈവേഴ്സ് ചെയ്യാത്തത്. എൻ്റെ മനസ്സുകൊണ്ട് എന്നേ വെറുത്തു. പക്ഷേ അയാൾ ഇന്ന് നിങ്ങളായിരിക്കും, നാളെ മറ്റുള്ളവരായിരിക്കും. നിങ്ങൾ അയാളുടെ ഭാര്യ പദവി അലങ്കരിക്കാൻ വന്നതല്ലേ? കഴിച്ചോളൂ, എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾ ഭാര്യയായിട്ട് തന്നെ തുടർന്നോളൂ. നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചോളൂ. വേണമെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവിനോട് നേരിട്ട് തന്നെ പറയാം. എന്നാൽ അത് കേട്ട് അവർ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മാഡം, അങ്ങനെ പറയല്ലേ. വിവാഹം കഴിക്കാനെന്നുള്ള ശേഷിപ്പ് എനിക്കില്ല. അത്രക്കും മോശമായ രീതിയിൽ അയാൾ എന്നോട് പെരുമാറുകയാണ്. അത്രക്കും, അതെ, ഒരു മനുഷ്യനും ഒരിക്കൽ പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ അയാളുടെ വൈകൃതപരമായ ആ ഒരു ലൈംഗികതയും എല്ലാം എന്നെ വളരെയധികം ക്ഷീണിതയാക്കിയിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ നിന്ന് കടന്നു പോകാനാണ് നിങ്ങളോട് പറഞ്ഞത്. എനിക്കിതൊന്നും കേൾക്കണ്ട. അതെ, എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയാം, നിങ്ങളെ തന്നെ വിവാഹം കഴിക്കട്ടെ. അവർ ഒരുപാട് സഹിച്ചതാണ് ഞാനും. പക്ഷേ ഇനിയാവില്ല. നിങ്ങളെപ്പോലുള്ളവരെന്നെ അയാൾക്ക് നല്ലത്. അത് പറഞ്ഞതോടുകൂടി സുലേഖ അവിടെ നിന്ന് പതുക്കെ മുങ്ങുകയായിരുന്നു. എന്നാൽ അറബി അവൾ വരുന്ന വഴിയിൽ, എന്താ സുലേഖ, നീ എവിടെയായിരുന്നു? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തേക്ക് നീ കടന്നു പോരുതെന്ന്. എന്നാൽ സുലേഖയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അയാൾ പിടിച്ചു വലിച്ച് അതാ റൂമിലേക്ക് അവളെ കൊണ്ടുപോവുകയാണ്. ആ, എന്നെ വിടൂ എന്ന് പറഞ്ഞുകൊണ്ട്, എന്താ നീ എന്താ എൻ്റെ ഭാര്യ പദവി അലങ്കരിക്കാൻ വന്നതല്ലേ? അതെ, ഞാൻ നിന്നെ തന്നെ അങ്ങ് നിക്കാഹ് കഴിക്കുകയാണ്. എന്നിട്ടുണ്ട് നിൻ്റെ മേലിൽ എനിക്കൊന്ന് കാള പൂട്ടാൻ വേണ്ടിയിട്ട്. നീ എൻ്റെ അടിമയും ഭാര്യയുമായിട്ട് ഞാൻ നിന്നെ ഇവിടെ നിർത്തും. ഒരിക്കൽ പോലും നിന്നെ പുറം ലോകം കാണാത്ത രീതിയിൽ. അതെ, ആരോടൊക്കെയോ ഉള്ള ദേഷ്യം സുലേഖയിൽ അയാൾ തീർത്തു തുടങ്ങുകയാണ്. ശരിക്കും സുലേഖ അനുഭവിച്ചു എന്ന് തന്നെ പറയാം. ഷാമിലിൻ്റെ പിതാവിൻ്റെ ആ ഒരു കണ്ണുനീർ അതാ സുലേഖക്ക് തട്ടിക്കഴിഞ്ഞു. എന്നാൽ ഷാമിലിൻ്റെ ആഗ്രഹം പെട്ടെന്ന് ഉപ്പാക്ക് ഒരു പെണ്ണിനെ സെറ്റാക്കി കൊടുക്കണം എന്ന് തന്നെയാണ്. അതെ, മാജിദ അവരെ പെട്ടെന്ന് തന്നെ അവർക്ക് വേണ്ടി നിക്കാഹ് കഴിപ്പിക്കണം. അതെ, അദ്ദേഹത്തെ തലോടാനും തഴുകാനും ഏറ്റവും നല്ലത് അവർ തന്നെയാണ്. ഉപ്പയുടെ ഏകാന്തത അതെനിക്ക് മനസ്സിലാകുന്നതാണ്. പ്രായമാകുമ്പോൾ അവർക്കൊരു കൂട്ടാണ് വേണ്ടത്, അല്ലാതെ യുവത്വത്തിൽ മാത്രമല്ല. യുവത്വത്തിൽ എൻ്റെ ഉമ്മയുണ്ടായിരുന്നു, എന്നാൽ പ്രായമായി തുടങ്ങുമ്പോഴേക്കും സുലേഖയും ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഒരുപാട് വേദനകൾ സമ്മാനിച്ചു കൊണ്ടുപോയി അറബിയുടെ ഭാര്യയാകാൻ. അവിടെ കഴിയട്ടെ അറബിയുടെ വീട്ടിൽ. ചുരുക്കി പറഞ്ഞാൽ അതാ സുലേഖ പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ അറബി അവരെ നിക്കാഹ് ചെയ്യുവാനുള്ള പുറപ്പാടുകളിലാണ്. എന്തൊക്കെ തന്നെയാലും നിക്കാഹ് ചെയ്ത് അവിടെ ഇരുത്തിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യ എന്നുള്ള ലൈസൻസും ഉണ്ടാകും. അതുമാത്രമല്ല, അയാളുടെ ആ ഒരു ക്രൂരമായ പീഡനങ്ങൾക്ക് അവൾ വിധേയയാകേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. സുലേഖാക്ക് ശരിക്കും പണി കിട്ടി എന്ന് തന്നെ പറയാം.
എന്തൊക്കെ തന്നെയാലും ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കാണാം. എന്നാൽ ഷാമിലിന് അത്യധികം ആഗ്രഹമുള്ളത് മറ്റൊന്നുമല്ല, അതെ, മാജിത്തെ കൊണ്ടുവരണം, നിക്കാഹ് കഴിപ്പിക്കണം, അവരുടെ സ്നേഹമെല്ലാം പിതാവിന് വേണ്ടി നൽകണം, അത് കണ്ട് എനിക്ക് ആസ്വദിക്കണം. അതാണ് അവൻ ആഗ്രഹിക്കുന്നത്. അവൻ ഓരോന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്നപ്പോൾ അതാ ആ ഒരു സ്ഥാപനത്തിൽ നിന്നും ഒരു കോള് വരുന്നു അവൻ്റെ ഫോണിലേക്ക്. അല്ലാ, ഉപ്പയെ അഡ്മിറ്റാക്കിയ അവിടെ നിന്നാണല്ലോ. ഹലോ, ആ, ഇത് ഷാമിലിൻ്റെ നമ്പറല്ലേ? ആ മോനെ, ഉപ്പ എവിടെ? ഉപ്പ ഇവിടെ ഉണ്ടല്ലോ. അല്ലേ, ഉപ്പയെ നോക്കിയിരുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, മാജിദ എന്ന് പേരല്ലേ, അവരുടെ പിതാവിനെ നോക്കുവാൻ വേണ്ടിയിട്ട് അവർ വീട്ടിലേക്ക് പോയിരുന്നു. ഇപ്പോൾ 1-2 മാസമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ആ പിതാവ് മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ അടുത്താണെങ്കിൽ ഒന്ന് പോയി നോക്കിക്കോളൂ കേട്ടോ. ശരിക്കും ഷാമിൽ ഞെട്ടിപ്പോയി. റബ്ബേ, മാജിത്തിയുടെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. എന്നാൽ പിതാവിൻ്റെ അടുത്തേക്ക് ഷാമിലെത്തി. ഇന്നാലില്ല, ഉപ്പാനെ നോക്കിയിരുന്നല്ലോ മാജിത്ത. ആ, നല്ല മോളായിരുന്നു. എന്തേ ഉപ്പ, അവരുടെ പിതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സ്ഥാപനത്തിൽ നിന്നാണ് വിളിച്ചത്. ഇന്നാലില്ലായോ ഇന്ന റാജിയോൻ. എന്നാൽ ആ പിതാവിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഉറ്റി വീഴുന്നത് അവൻ ശ്രദ്ധിച്ചു. അതെ, ഷാമിൽ പറഞ്ഞു. ഉപ്പ, എന്നാൽ ഞാനൊന്ന് പോയിട്ട് വരാം. അന്ന് നമ്മൾ പോയതല്ലേ മോനെ. ഞാൻ വരണോ മോനെ? എൻ്റെ ഉപ്പാക്ക് കഴിയുമോ? അതിനെന്താ മോനെ, നമുക്ക് പോകാലോ കേട്ടോ. അങ്ങനെ അതാ ഷാമിലും ഉപ്പയും പുറപ്പെടുന്നു നേരെ മാജിദയുടെ വീട്ടിലേക്ക്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.